കപ്പ അട. കപ്പ കൊണ്ട് അഥവാ മരച്ചീനി കൊണ്ട് ഇങ്ങനെ ഒരു 4 മണി പലഹാരം ഉണ്ടാക്കിയിട്ടുണ്ടോ ആരെങ്കിലും? ഇത് നമ്മുടെ നാട്ടുകാരി അല്ല കേട്ടോ, ഒരു ഫിലിപ്പീനോ ട്രഡീഷണൽ ഡിഷാണിത്. അവിടെ ഇതിന്റെ പേര് കസാവ സുമൻ. കസാവ പറഞ്ഞാൽ ടാപ്പിയോക്ക, നമ്മുടെ കപ്പ തന്നെ. സുമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു ട്രഡീഷണൽ റൈസ് കേക്കാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ കപ്പ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിന് കസാവ സുമൻ എന്ന് പേര് വന്നത്. ഈ റെസിപ്പിയിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, ഉണ്ടാക്കാനും എളുപ്പമാണ്, അതിഗംഭീര ടേസ്റ്റുമാണ് കേട്ടോ. നമസ്തേ, ഞാൻ ധന്യ, ഇത് വെജ് കേരള. എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനും വെൽക്കം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും പിന്നെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ, എന്നാലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കിലോ കപ്പയാണ്, 500 ഗ്രാം. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ലെവൽ ക്ലീനിങ് കഴിഞ്ഞു കേട്ടോ, അതായത് തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം വെള്ളത്തിൽ കഴുകി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറേയൊക്കെ ഇതിൻ്റെ സ്റ്റാർച്ചൊക്കെ അതിൽ പോകും. കപ്പയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ഒന്ന് തിളപ്പിച്ചൂറ്റിയതിന് ശേഷമാണ് ശരിക്കുള്ള കുക്കിംഗ് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള സ്റ്റാർച്ച് കളയാനും ഇതിനകത്ത് ചെറിയ അംശത്തിലാണെങ്കിലും ഒരു പോയ്സണൈസ് ആയിട്ടുള്ള പദാർത്ഥം ചിലപ്പോഴൊക്കെ ഉണ്ടാവും, അത് കളയാനും കൂടെ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് 1 മിനിറ്റ് നേരം നമ്മളെ കപ്പ കഷ്ണങ്ങൾ, മരച്ചീനി കഷ്ണങ്ങൾ ഇടുകയാണ്. ഇതിപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞ് കപ്പ കഷ്ണങ്ങൾ തിളച്ച വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു കേട്ടോ. ഇപ്പോൾ നമ്മുടെ ക്ലീനിങ് പ്രോസസ്സ് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ കപ്പ കഷ്ണങ്ങളെല്ലാം ഗ്രേറ്ററിൻ്റെ ഏറ്റവും ചെറുതല്ല, അതിൻ്റെ തൊട്ട് മുകളിലത്തെ ബ്ലേഡിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ പെട്ടെന്ന് സ്റ്റിക്കായി അതിൻ്റെ ഷേപ്പ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഈ ചെറിയ ബ്ലേഡിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തത്. ഇനി നമുക്ക് ചിരകി വെച്ച കപ്പയുടെ കൂടെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. ആദ്യത്തേത് ശർക്കരപ്പൊടി തന്നെയാണ് ഇതിന് ചേർക്കുന്നത് നല്ലത്. അല്ലാതെ ശർക്കര അലിയിച്ചെടുത്തതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസിയിൽ വ്യത്യാസം വരും. അപ്പോൾ മാക്സിമം ചീകി എടുത്തതോ പൊടിച്ചെടുത്തതോ ആയിട്ടുള്ള ശർക്കര ചേർക്കുക. ഇതിലേക്ക് ഇപ്പോൾ 1 കപ്പ് ശർക്കരപ്പൊടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. 1.5 കപ്പ് ശർക്കരപ്പൊടി വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. 1 കപ്പ് എന്നുള്ളത് അധികമല്ല കുറവുമല്ല, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള മധുരമാണേ. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 കപ്പ് ചിരകിയ തേങ്ങ. ചിരകിയത് തന്നെ വേണം, അല്ലാതെ ഇതിലേക്ക് ചേർന്ന് കിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം, നമുക്ക് ചേർക്കാം. പക്ഷേ ട്രഡീഷണൽ കസാവ സുമനിൽ അതൊന്നും ചേർക്കാറില്ല. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ബട്ടറാണ്. ബട്ടർ ഇല്ലെങ്കിൽ അതിന് പകരം നെയ്യ് ചേർക്കാം. ഒരു 50 ഗ്രാം എടുക്കാം. ബട്ടർ ചേർക്കുമ്പോൾ അതിന് ഒന്ന് സോഫ്റ്റൻ ആക്കിയിട്ട്, അതായത് റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് ചേർക്കാം. അപ്പോൾ മിക്സ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതും ട്രഡീഷണൽ സുമനിൽ, കസാവ സുമനിൽ ഇല്ല. ഇനി ഇതൊക്കെ കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു വല്ലാതെ കൊതിപ്പിക്കുന്ന ഒരു മണമാണ് കേട്ടോ. അതിൻ്റെ ബട്ടറിൻ്റെയും തേങ്ങയുടെയും ചിരവിയെടുത്ത കപ്പയുടെയും ഒക്കെ ഏലക്കായും ഒക്കെ കൂടി ചേരുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ, അത് അപ്പം തന്നെ കൊതിപ്പിക്കും. ഇപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കൺസിസ്റ്റൻസി ശ്രദ്ധിച്ചല്ലോ അല്ലേ? ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ റാപ്പ് ചെയ്ത് ആവി കയറ്റാൻ പോകുന്നത്. ഇതിലും കൂടുതൽ വെള്ളമായിപ്പോയി കഴിഞ്ഞാൽ അത് ഇടയ്ക്കൂടെ കിനിഞ്ഞ് ഇറങ്ങി വരും. ഇനി നമ്മൾ ഇത് റാപ്പ് ചെയ്തെടുക്കുന്നത് വാഴയിലയിലാണ്. അവരും ഇതേപോലെ തന്നെ വാഴയുടെ ഇലയിലാണ് റാപ്പ് ചെയ്തെടുക്കുക. അത് ഫ്ലെയിമിൻ്റെ മുകളിൽ കാണിച്ചോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലിട്ടോ അതിനെ ഒന്ന് വാട്ടിയെടുക്കണം റാപ്പ് ചെയ്യുന്നതിന് മുന്നേ, ഇല്ലേ പൊടിഞ്ഞു പോകുന്ന എല്ലാവർക്കും അറിയാലോ. ഇനി ഇതെങ്ങനെയാ ഒന്ന് പൊതിഞ്ഞെടുക്കാന്നുള്ള ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ, വളരെ എളുപ്പം കഴിയും. നമുക്ക് ആവശ്യത്തിനുള്ള മിക്സ് എടുക്കാം, അതൊന്ന് നിരത്തി നമുക്ക് വേണ്ട കനത്തിൽ നിരത്തി വെച്ചു കൊടുക്കാം. എന്നിട്ട് വാഴയില പതുക്കെ മടക്കി ഏറ്റവും അവസാനത്തെ മടക്കി എത്തിക്കഴിഞ്ഞാൽ താഴോട്ട് ഒടിച്ചു വെച്ചു കൊടുക്കാം. വാഴയുടെ ഇല ഇതേപോലെ ഇല താഴേക്ക് മടക്കി അടുക്കി വെച്ചിരുന്നാൽ നമുക്ക് കെട്ടാതെ തന്നെ അത് അടങ്ങിയിരുന്നോളും. ഇത്രയും ഇൻഗ്രീഡിയൻസിന്ന് എനിക്ക് 10 അട കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കൈ വലിപ്പത്തിലുള്ള 10 അട കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു പ്ലേറ്റിലേക്ക്, ആവി കയറ്റാൻ ഉപയോഗിക്കുന്ന പ്ലേറ്റിലേക്ക് എല്ലാ അടകളും ഞാൻ അടുക്കി വെച്ചിട്ടുണ്ട്.
ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് ആവി കയറ്റിയെടുക്കണം. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞ് ആവിന്ന് അടകൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. തൊട്ട് നോക്കിയാൽ അറിയാം അത് ഫോം ആയിട്ടുണ്ടോ, അതിൻ്റെ ഷേപ്പ് ഫോം ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇവിടെ ഇത് ഫോം ആയിട്ടുണ്ട്. നല്ല മണമാണ് അടുക്കളയിൽ. നല്ല ചൂടുണ്ട് അടയ്ക്ക്, പക്ഷെ എനിക്ക് എന്നാലും വെയിറ്റ് ചെയ്യാൻ വയ്യ. അതിൻ്റെ ടെക്സ്ചർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സൂപ്പർ ടേസ്റ്റുമാണ്. ഈ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്ത കപ്പ നാര് പോലെ കിടക്കുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ടേസ്റ്റും അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. ചില കപ്പ നമുക്ക് കിട്ടില്ലേ, ഒരു വായിലിട്ട് അലിഞ്ഞ് വെണ്ണ പോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെണ്ണ പോലെ അലിയുന്ന കപ്പ കിട്ടില്ലേ? അതാവുമ്പം ടെക്സ്ചറിൽ കുറച്ച് വ്യത്യാസം വരുന്നേ ഉള്ളൂ. ടേസ്റ്റിൽ ഒരു മാറ്റവും ഇല്ല, അടിപൊളിയാണ്. എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണേ. ഇപ്പോൾ കപ്പ നമുക്ക് മാർക്കറ്റിൽ കിട്ടാനുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ധന്യ ഫ്രം വെജ് കേരള.